Dear friends, welcome to Come On Children. Today we are going to start the first chapter in Unit 4, Work is Worship. നമ്മൾ ഇന്ന് വർക്ക് ഈസ് വർഷിപ്പ് എന്ന 4ാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് വർഷിപ്പ്? ആരാധന. നാം ദൈവത്തെയാണ് ആരാധിക്കാറ്, അല്ലേ? എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കുക? പ്രാർത്ഥനയെല്ലാം ചൊല്ലിയാണ് ആരാധിക്കുന്നത്. എന്നാൽ നമ്മൾ ആരെങ്കിലും നാം ചെയ്യുന്ന ജോലിയെ, തൊഴിലിനെ ആരാധനയായി കാണാറുണ്ടോ? നന്നായി ജീവിക്കണമെങ്കിൽ ജോലി ചെയ്യണം, അല്ലേ? എങ്ങനെയാണ് ജോലി ചെയ്യേണ്ടത്? പൂർണ്ണമായും അതിൽ തന്നെ മുഴുകി ആത്മാർത്ഥതയോടെ വേണം ജോലി ചെയ്യാൻ. അതുവഴി നമുക്ക് ഒരുപാട് സന്തോഷമുണ്ടാവും, ജീവിതത്തിൽ വിജയിക്കാനും സാധിക്കും. ഹിയർ വർക്ക് ഈസ് കമ്പയർഡ് ടു വർഷിപ്പ്. Without doing any work, no one can survive. It is necessary to do work with dedication. If we worship our work, it will give the real pleasure of life. Now I will tell you a story that will help you to understand the importance of work in our life. On a beautiful summer day, a grasshopper hopped around lazily in the grass. While he was enjoying the day by dancing and singing, an ant came there. He was carrying grains and taking to the nest with great toil. പുൽച്ചാടി പാട്ടുപാടിയും നൃത്തം ചെയ്തുമൊക്കെ വേനൽക്കാലം ആസ്വദിക്കുമ്പോൾ എന്താണ് ഉറുമ്പുകൾ ചെയ്തുകൊണ്ടിരുന്നത്? ഉറുമ്പുകൾ കഠിനമായി ജോലി ചെയ്യുകയായിരുന്നു, അല്ലേ? അവ മഴക്കാലത്തേക്കുള്ള ധാന്യം ശേഖരിക്കുകയായിരുന്നു. കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ഉറുമ്പുകളോട് പുൽച്ചാടി എന്താണ് പറയുന്നത്? ഹലോ ഫ്രണ്ട്സ്, come and enjoy the summer delights. Dear friends, come and join with me. Listen to my music. Let us enjoy the summer days. അല്ലേ? നമുക്ക് വേനൽക്കാലത്തെ ഈ മനോഹരമായ ദിനങ്ങൾ ആസ്വദിക്കാം. എൻ്റെ കൂടെ കൂടിക്കോളൂ. നമുക്ക് ഒരുമിച്ച് പാട്ടുപാടിയും നൃത്തം ചെയ്തും രസിക്കാം. No, we must collect food for the rainy season. അയ്യോ, നിന്റെ കൂടെ കളിക്കാൻ ഞങ്ങളില്ല. ഞങ്ങൾക്ക് മഴക്കാലത്തേക്ക് ഭക്ഷണം ശേഖരിച്ചു വെക്കണം. Why bother about rainy days? We have plenty of food now. എന്തിനാണ് മഴക്കാലത്തെക്കുറിച്ച് ഇപ്പോഴേ വേവലാതിപ്പെടുന്നത്? ഇപ്പോൾ ധാരാളം ഭക്ഷണമുണ്ടല്ലോ. ഇതെല്ലാം കഴിച്ച് നമുക്ക് ജീവിതം ആസ്വദിക്കാം എന്നാണ് ഗ്രാസ് ഹോപ്പർ പറയുന്നത്. But ants were not ready to waste their time. We have no time to play. ഞങ്ങൾക്ക് കളിക്കാൻ സമയമില്ല. We have to finish our duties. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലികൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. They went on their way and continued their work. Why do the ants work hard? എന്തുകൊണ്ടാണ് ഉറുമ്പുകൾ കഠിനമായി അധ്വാനിക്കുന്നത്? മഴക്കാലത്തേക്കുള്ള ഭക്ഷണം കരുതി വെക്കാനാണ് അവ കഠിനമായി ജോലി ചെയ്യുന്നത്, അല്ലേ? The ants work hard in order to store up food for the rainy season. What do you think will happen during the rainy days? മഴക്കാലത്ത് എന്ത് സംഭവിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? അതെ, ശേഖരിച്ചു വെച്ച ഭക്ഷണമെല്ലാം കഴിച്ച് ഉറുമ്പുകൾ സന്തോഷമായിരിക്കുമ്പോൾ ഗ്രാസ് ഹോപ്പറിന് കഴിക്കാൻ ഒന്നും ഉണ്ടാവില്ല, അല്ലേ? അത് ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെടും. During the rainy season, ants will use the food they stored up. But the grasshopper who enjoys the summer delights will have no food to eat. If you happen to see the grasshopper, what advice will you give? നിങ്ങൾ ഗ്രാസ് ഹോപ്പറിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ എന്ത് ഉപദേശമാണ് അതിന് നൽകുക? മടി പിടിച്ചിരിക്കരുത്. ജോലി തന്നെയാണ് ആരാധന. ഇപ്പോൾ നന്നായി ജോലി ചെയ്താൽ പിന്നീട് അതിൻ്റെ ഫലം കിട്ടിക്കൊള്ളും എന്നാണ് നമ്മൾ ഗ്രാസ് ഹോപ്പറിനെ ഉപദേശിക്കുക, അല്ലേ? Don't be lazy. Work is worship. If you work hard today, you can reap the benefits tomorrow. Now look at the picture given here. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിരിക്കുന്നു, അത് നോക്കൂ. What are these people doing? ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത്? They are engaged in different works. അവർ പലതരത്തിലുള്ള ജോലികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്, അല്ലേ? Who does the work at home? നിങ്ങളുടെ വീടുകളിൽ ആരാണ് ജോലി ചെയ്യാറുള്ളത്? Are all the members of the family responsible for the work here? ഇവിടെ നോക്കൂ, കുടുംബത്തിലെ എല്ലാവരും കൂടിയാണ് ജോലി ചെയ്യുന്നത്, അല്ലേ? ഇങ്ങനെയല്ലേ വേണ്ടത്? നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന ജോലികൾ നിങ്ങളും വീടുകളിൽ ചെയ്യാറുണ്ടല്ലോ. Do you like to play in soil? Do you have a vegetable garden at home? Do you like farming? What is farming? Farming is not merely an act of cultivating crops. It glorifies labor, helps to develop a concern for fellow beings and brings about a perfection to human life. എന്താണ് കൃഷി? വെറുതെ കുറേ വാഴയും തെങ്ങും കവുങ്ങും നെല്ലുമെല്ലാം നടുന്നത് മാത്രമാണോ? അല്ല.
കൃഷി എന്നാൽ അത് സഹജീവികളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുകയാണ്. നമ്മുടെ പ്രകൃതിയെ, നാം ചവിട്ടി നിൽക്കുന്ന മണ്ണിനെ എല്ലാം സ്നേഹിക്കാൻ കൃഷിയിലൂടെ നമുക്ക് സാധിക്കുന്നു. അത് മനുഷ്യജീവിതത്തെ പൂർണ്ണമാക്കുന്നു. കൃഷിയില്ലാതെ നമുക്ക് നിലനിൽപ്പില്ല, അല്ലേ? അധ്വാനത്തിൻ്റെ മഹത്വമാണ് കർഷകൻ നമ്മെ പഠിപ്പിക്കുന്നത്. Read the story and realize the importance of farming and its impact on our life and culture. നമ്മൾ കേരളീയരുടെ ജീവിതവും സംസ്കാരവും കൃഷിയുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലേ? നമ്മുടെ പല ആഘോഷങ്ങളും കൃഷിയുമായി ബന്ധപ്പെട്ടാണുള്ളത്. കൃഷിയുടെ പ്രാധാന്യവും തൊഴിലിൻ്റെ മഹത്വവും നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കഥയാണ് ഇനി പഠിക്കാൻ പോകുന്നത്. The grain as big as a hen's egg. കോഴിമുട്ടയുടെ അത്രയും വലിപ്പമുള്ള ധാന്യം. അതെന്താണെന്ന് നമുക്ക് നോക്കാം. One day, some children found in a ravine an object shaped like a grain of corn with a groove down the middle, but as large as a hen's egg. What did the children find? Yes, they found an object shaped like a grain of corn. ഒരു ചോളത്തിൻ്റെ പണി പോലെയുള്ള ഒരു വസ്തുവാണ് അവർക്ക് കിട്ടിയത്. അതെങ്ങനെയായിരുന്നു കാണാൻ? With a groove down the middle. What is a groove? A long നാരോ കട്ട്. ആ ധാന്യമണിയുടെ നടുഭാഗത്തായി ഉള്ളിലേക്ക് നീളത്തിൽ കുഴിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ആസ് ലാർജ് ആസ് എ ഹെൻസ് എഗ്. അതൊരു കോഴിമുട്ടയുടെ അത്രയും വലിപ്പമുണ്ടായിരുന്നു. വേർ ഡിഡ് ദേ ഗെറ്റ് ഇറ്റ് ഫ്രം? യെസ്, ദേ ഫൗണ്ട് ഇറ്റ് ഇൻ എ റവീൻ. ഒരു മലയിടുക്കിൽ നിന്നാണ് അവർക്കത് കിട്ടിയത്. എ ട്രാവലർ പാസിംഗ് ബൈ സോ ഇറ്റ്. ഹി ബോട്ട് ഇറ്റ് ഫ്രം ദ ചിൽഡ്രൻ ഫോർ എ പെനി. ആ വഴി കടന്നുപോയ ഒരു യാത്രക്കാരൻ കുട്ടികളുടെ കയ്യിൽ നിന്നും ഒരു പെനി കൊടുത്ത് അത് വാങ്ങി. എന്താണ് പെനി? ഇറ്റ്സ് എ ബ്രിട്ടീഷ് കോയിൻ. ഹി ടുക്ക് ഇറ്റ് ടു ദ ടൗൺ ആൻഡ് സോൾഡ് ഇറ്റ് ടു ദ കിങ് ആസ് ഇറ്റ് വാസ് എ ക്യൂരിയസ് വൺ. വാട്ട് ഡിഡ് ദ ട്രാവലർ ഡു? ഹി സോൾഡ് ഇറ്റ് ടു ദ കിങ് ബിക്കോസ് ഹി തോട്ട് ഇറ്റ് വാസ് എ ക്യൂരിയസ് തിങ്. അങ്ങനെ ഒരു വസ്തു ഇതുവരെ ആരും കണ്ടിരുന്നില്ല. വളരെ വിചിത്രമായി തോന്നിയതുകൊണ്ട് അയാൾ അത് രാജാവിന് വിറ്റു. The king called all his wise men and told them to find out what the thing was. രാജാവ് ഈ വിചിത്രമായ വസ്തു കണ്ട് കൊട്ടാരത്തിലെ പണ്ഡിതന്മാരെ എല്ലാം വിളിച്ചു. എന്നിട്ട് അതെന്താണെന്ന് ചോദിച്ചു. The wise men thought and thought, but couldn't make head or tail of it. But the king's wise men failed to understand what it was. അവർക്ക് അതിൻ്റെ തലയും വാലും പിടികിട്ടിയില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്താണെന്ന് തിരിച്ചറിയാൻ ആ പണ്ഡിതന്മാർക്ക് കഴിഞ്ഞില്ല. A few days later, when the thing was lying on a window sill, a hen flew in and pecked it till she made a hole in it. Then everyone saw that it was a grain of corn. What was that object actually? It was a grain of corn. How did they came to know that? Yes, they understood it when a hen pecked at it and made a hole in it. ജനൽപ്പടിയിൽ വെച്ചിരിക്കുകയായിരുന്ന ആ വസ്തുവിന് എന്തു പറ്റി? ഒരു കോഴി വന്ന് അത് കൊത്തി ഒരു തുളയുണ്ടാക്കി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി അതൊരു ചോളത്തിൻ്റെ മണിയാണ് എന്ന്. The wise men went to the king and said, "It's a grain of corn." At this, the king was much surprised. He ordered the learned men to find out when and where such corn grew. Hearing this, the king was surprised. He wanted to know where such corn grew. ഇത്തരത്തിലുള്ള ചോളം എവിടെയാണ്, ഏത് സമയത്താണ് വിളയുന്നത് എന്നൊക്കെ കണ്ടെത്താനായി രാജാവ് തൻ്റെ പണ്ഡിതന്മാരോട് ആജ്ഞാപിച്ചു. The learned men pondered again. They searched in their books but could find nothing about it. So they returned to the king and said, "We can give you no answer. There is nothing about it in our books. You will have to ask the peasants. Perhaps some of them may have heard from their fathers when and where a grain grew to such a size." The wise men pondered again. They thought about it carefully, but they couldn't find out anything. There was nothing about it in their books. രാജാവിൻ്റെ ആജ്ഞ കേട്ട് പണ്ഡിതന്മാർ വീണ്ടും അഗാധമായി ചിന്തിച്ചു. അവർ അവരുടെ പുസ്തകങ്ങളിലെല്ലാം ഇത്തരത്തിലൊരു ധാന്യത്തെക്കുറിച്ച് തിരഞ്ഞു, പക്ഷേ ഒന്നും കണ്ടെത്താനായില്ല. Finally, they suggested the king to ask some peasants about it. അവസാനം വല്ല കൃഷിക്കാരോടും ഇതിനെക്കുറിച്ച് ചോദിക്കാമെന്ന് അവർ രാജാവിനോട് പറഞ്ഞു. അവർ അവരുടെ അച്ഛന്മാരിൽ നിന്നോ മുത്തശ്ശന്മാരിൽ നിന്നോ മറ്റോ ഇത്തരത്തിലൊരു ധാന്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലോ? So the king gave orders that some very old peasants should be brought before him. His servants found one such man and brought him to the king. രാജാവിൻ്റെ ഭൃത്യർ ഒരു വൃദ്ധനായ കർഷകനെ അദ്ദേഹത്തിന് മുന്നിൽ കൊണ്ടുവന്നു. He was old and bent, pale and toothless.
he could just manage to totter into the king's palace with the help of crutches. How was that peasant? He was very old and bent, pale and toothless. അദ്ദേഹം വളരെ വൃദ്ധനായിരുന്നു, ബെൻഡ്, പ്രായം കൊണ്ട് വളഞ്ഞു പോയിരുന്നു, പെയിൽ ആൻഡ് ടൂത്ത്ലെസ്, വിളറി പല്ലുകളെല്ലാം കൊഴിഞ്ഞു പോയിട്ടാണ് അദ്ദേഹം കാണപ്പെട്ടത്. How did he enter the palace? He entered the palace unsteadily with the help of crutches. ഊന്നുവടിയുടെ സഹായത്തോടെ വേച്ചാണ് അദ്ദേഹം നടന്നിരുന്നത്. The king showed him the grain, but the old man could hardly see it. He took it, however, and felt it with his hands. When the king showed him the grain, he could not see it. രാജാവ് ആ ധാന്യം കാണിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് അത് കാണാൻ കഴിഞ്ഞില്ല, ബിക്കോസ് ഹി വാസ് ബ്ലൈൻഡ്. അപ്പോൾ അദ്ദേഹം എന്തു ചെയ്തു? കൈകൊണ്ട് തൊട്ടു നോക്കി അതെന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഹാർഡ്ലി എന്ന വേർഡ് ഒരു സെൻറ്റൻസിൽ വന്നാൽ ആ സെൻറ്റൻസ് നെഗറ്റീവായിട്ട് മാറും. അവിടെ ഇല്ല എന്ന അർത്ഥമാണ് വരിക. ഹി കുഡ് ഹാർഡ്ലി സീ ഇറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല എന്നാണ് അർത്ഥം. ദി കിങ് ക്വസ്റ്റ്യൻഡ് ഹിം, സേയിങ്, "Can you tell us, old man, where such grains grew? Have you ever bought such corn or sown it in your fields?" The king asked the peasant whether he had seen such corn before. ഇത്തരത്തിലുള്ള കോൺ എവിടെയാണ് വിളയുക? നിങ്ങൾ എപ്പോഴെങ്കിലും അത് വാങ്ങിയിട്ടുണ്ടോ? അതോ നിങ്ങളുടെ പാടത്ത് നിങ്ങൾ വിതച്ചിട്ടുണ്ടോ എന്നൊക്കെ രാജാവ് കർഷകനോട് ചോദിച്ചു. The old man was so deaf that he could hardly hear what the king said and only understood with great difficulty. The old peasant was deaf too. അദ്ദേഹത്തിന് ചെവിയും കേൾക്കില്ലായിരുന്നു. അദ്ദേഹം വളരെ പ്രയാസപ്പെട്ടാണ് രാജാവ് എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കിയെടുത്തത്. No, he answered at last. I never sowed nor reaped any like this in my fields, nor did I ever buy any such. When we bought corn, the grains were always as small as they are now. But you might ask my father, he might know where such grains grew. The old peasant did not know anything about such corns. He had never bought, sown or reaped such corns. അത്തരത്തിലുള്ള ചോളത്തെക്കുറിച്ച് ആ കർഷകന് ഒന്നും അറിയില്ലായിരുന്നു. അദ്ദേഹം അത്തരത്തിലുള്ള ചോളം വാങ്ങുകയോ അദ്ദേഹത്തിൻ്റെ പാടത്ത് വിതയ്ക്കുകയോ കൊയ്യുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. He told the king that his father might know about it. അദ്ദേഹത്തിൻ്റെ അച്ഛന് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാമായിരിക്കുമെന്ന് രാജാവിനോട് ആ കർഷകൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇത്തരത്തിലുള്ള കോൺ കണ്ടിട്ടുണ്ടാവുമോ? കഥയുടെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഇപ്പോൾ ഇത്രയും ഭാഗത്തെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എഴുതാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, pick out the sentence that gives you the idea that the wise man could not understand anything about the corn. രാജാവിൻ്റെ സദസ്സിലെ പണ്ഡിതന്മാർക്ക് കോണിനെ കുറിച്ച് യാതൊന്നും മനസ്സിലായില്ല എന്ന് ഏത് സെൻറ്റൻസിലൂടെയാണ് നമുക്കറിയാൻ കഴിഞ്ഞത്? പണ്ഡിതന്മാർ ഒരുപാട് ചിന്തിച്ചെങ്കിലും അവർക്ക് അതിൻ്റെ തലയും വാലും പിടികിട്ടിയില്ല എന്ന് പറയുന്നൊരു സെൻറ്റൻസ് ഉണ്ടല്ലോ, അതാണ് ഉത്തരം. The wise man thought and thought but couldn't make head or tail of it. Second question, the learned man failed to find an answer about the corn. What do you think the king would do next? ഇത്രയും വലിയ മണികളുള്ള ചോളം എവിടെയാണ് എപ്പോഴാണ് വിളയുന്നതെന്ന് പണ്ഡിതന്മാർക്കൊന്നും അറിയില്ല. ഇനി അതേക്കുറിച്ചറിയാൻ രാജാവ് എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? The king would seek the help of old villagers, especially the peasants in his kingdom. രാജാവ് തൻ്റെ രാജ്യത്തെ പ്രായമുള്ള ഗ്രാമീണരുടെ, പ്രത്യേകിച്ചും കർഷകരുടെ സഹായം തേടുമല്ലേ? Why did the peasant suggest that his father might give a better solution? എന്തുകൊണ്ടാണ് ആ കർഷകൻ തൻ്റെ അച്ഛന് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞേക്കും എന്ന് പറയാൻ കാരണം? The peasant's father was older and more experienced, so he thought that his father might know about such corn. ആ കർഷകൻ്റെ അച്ഛൻ നല്ല പ്രായമുള്ളയാളായിരുന്നു, മാത്രമല്ല കാർഷിക മേഖലയിൽ കൂടുതൽ പരിചയസമ്പന്നനുമായിരുന്നു. അതുകൊണ്ട് ഈ കോണിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാമായിരിക്കുമെന്ന് കർഷകൻ വിചാരിച്ചു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഭാഗത്തെ ചില വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അറിയാത്തവർ എഴുതിയെടുത്ത് പഠിക്കാം. പുതിയ ക്ലാസ്സുകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. See you soon. Goodbye.